നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 22, 23 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂൺ 21 വൈകിട്ട് 3:39 PM മുതൽ ജൂൺ 24 വെളുപ്പിന് 12:52 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 22-23 ദിനഫലങ്ങൾ. ആദ്യം മേടം രാശി. മേടം രാശിയെക്കുറിച്ച് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കാം. ഓക്കെ, മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതുകൂടാതെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ശനി പ്രതികൂലമെന്ന് പറയുമ്പോൾ 7 ശനിയാണ്, തുടക്കകാലമാണ്. ഓക്കെ, എന്നാലും നമുക്ക് 6 ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് വരുന്നു. അത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് 22, 23 മാത്രമല്ല, 24, 25 വരെ. അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു, അത് പ്രത്യേകം കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശനി 7 ശനിയാണ്. അപ്പോൾ നമുക്ക് ലളിതമായിട്ടുള്ള ഒരു വഴിപാടെന്ന് പറയുന്നത്, നമ്മൾ ശനിയാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന നടത്തുക. ശനിദോഷം കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കിട്ടുമെന്നാണ്. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. കൂടാതെ ഇവിടെ ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയും കാണുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത്. ഒരു ലോട്ടറി എടുക്കുക. ഓക്കെ, അത് ശീലമുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ജന്മത്തിലാണ് ചൊവ്വ വന്നേക്കുന്നത്. ഓക്കെ, ജൂൺ 22 3:32 PM ബുധൻ രാശി മാറി കർക്കിടകത്തിലേക്ക് വരുന്നു. ജൂൺ 21 ചൊവ്വ വെളുപ്പിന് 1:15 AM നമുക്കിവിടെ ജന്മത്തിൽ വരികയാണ്. അപ്പോൾ ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് വളരെ ദോഷകരമാണ് ലഗ്നത്തിൽ. ഓക്കെ, വഴിപാടായിട്ട് നമുക്ക് ലളിതമായിട്ടുള്ള പരിഹാരം ഇതാണ്. മുരുകന്, അതായത് സുബ്രഹ്മണ്യന് നമ്മൾ വഴിപാട് നടത്തുക, പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം. പിന്നെ ചൊവ്വ പ്രതികൂലമാകുമ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. അത് കുറയ്ക്കാൻ വേണ്ടി മുരുകനും സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. പിന്നെ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലുക. ഏറ്റവും കുറഞ്ഞ ആണ്. പിന്നെ മുരുകൻ്റെ ശതനാമാവലിയുമല്ല, സഹസ്രനാമാവലിയുമല്ല, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ ചൊവ്വ മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഏകദേശം 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ശനി നമുക്ക്
11-ാം ഭാവത്തിൽ അവസാനത്ത് അതിശക്തമായിട്ട് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ അവസരങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. ശുക്രനും ഇവിടെ അനുകൂലമായിട്ടുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ശനി ശുക്രനും അനുകൂലമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വ മാത്രമാണ്. ഏകദേശം 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണെങ്കിലും നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ, ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പാപഗ്രഹങ്ങളായ ശനി, ചൊവ്വ, സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ഇത് കുറഞ്ഞു കിട്ടുന്നതിന് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, കേന്ദ്രത്തിലാണ്. ഓക്കെ, അതിൽ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. പക്ഷേ നമുക്ക് ബുധൻ, ശുക്രൻ, വ്യാഴം, ശിഖി, സർപ്പം ഇവ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പിന്നെ ഭാഗ്യപരീക്ഷകളിലും സാധ്യതയുണ്ട്. അപ്പോൾ മിഥുനം രാശിക്ക് ശനി, ചൊവ്വ, സൂര്യൻ ഇവ പ്രതികൂലമാണെങ്കിലും ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും അപകടങ്ങൾ കരുതിയിരിക്കുക. യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. മൊബൈൽ തൊട്ട് കമ്പ്യൂട്ടർ തൊട്ട് കാറ് വരെയുള്ള എല്ലാ യന്ത്രങ്ങളും ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ മെച്ചപ്പെട്ട ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മിഥുനം രാശിക്ക്. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ബുധൻ പ്രതികൂലമായിട്ട് വന്നു, വ്യാഴം നേരത്തെ തന്നെ പ്രതികൂലമാണ്, സർപ്പവും. അതുപോലെ സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഭൗതിക സുഖങ്ങൾക്ക് അല്പം പൊലിമ കുറയും, പൂർണ്ണത കുറയും. നമ്മൾ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഓക്കെ, ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും ഒരു പരിധി വരെ. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും ഒരു പരിധി വരെ. ധനവരവുണ്ടാവും ഒരു പരിധി വരെ. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്കും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ബുധൻ പ്രതികൂലമായിട്ട് വന്നു. ഓക്കെ, വ്യാഴം നേരത്തെ തന്നെ പ്രതികൂലമാണ്. ശനിയും പ്രതികൂലമാണ്. സർപ്പം, ശിഖി ഇവയും പ്രതികൂലമാണ്. 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ, സൂര്യൻ, ശുക്രൻ ഇവ അനുകൂലമാണ്. ചൊവ്വ ജൂൺ 21 വെളുപ്പിന് 1:15 തൊട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ്. എങ്കിലും ഈ ദിവസങ്ങളിൽ ഒരു തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാ കാര്യത്തിനും കാലതാമസം, ഒരു പൂർണ്ണത കുറവ് ഒക്കെ ഉണ്ടാവാം. എങ്കിലും നമുക്ക് ഇവിടെ ചന്ദ്രൻ
ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അല്പം ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും അനുകൂല ഭാവവും ഉള്ളതുകൊണ്ട് അല്പം നേട്ടമൊക്കെ ഉണ്ടാവാം. എങ്കിലും പൊതുവെ തടസ്സങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. എങ്കിലും അത് 1-2 ദിവസങ്ങളിലുള്ള അത് മാറ്റം വരും. ചൊവ്വ അനുകൂലമായതിനാൽ നമുക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. സൂര്യനും ചൊവ്വയും ശുക്രനും അനുകൂലമായതുകൊണ്ട് അത് ഉറപ്പിക്കാം. എങ്കിലും തടസ്സങ്ങളാണ് കാണുന്നത്. ഓക്കെ, പിതൃസ്വത്ത് ലഭിക്കാം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവാം. ഇതൊക്കെ ഒരു പൂർണ്ണത കുറവ് പൊതുവേ ഉണ്ടാവും. ശുക്രനും കൂടി അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഒരു പരിധിവരെ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ ഞങ്ങൾ പറയുന്നത് ചിങ്ങൻ രാശിക്ക് ഈ ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി. ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു 2-3 ദിവസത്തിന് മുമ്പ്. അതൊന്ന് കാണാൻ ശ്രമിക്കാം. ഇവിടെ 7 ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട്. എങ്കിൽ ശനിയാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒന്ന് പിടിച്ചോണം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതാവിനും മക്കൾക്കും ഐശ്വര്യം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് അസാമാന്യമായ ധനവരവ്. പൊതുവെ കന്യാരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കാരണം 12-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് കന്യരാശിയിൽ. അപ്പോൾ എല്ലാത്തിനും ഒരു പൂർണ്ണത കുറവ്, തടസ്സം, കാലതാമസം ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ചൊവ്വ പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ചൊവ്വാഴ്ച നമ്മൾ മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഓം വജസ്ഭുവ എന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലുക. ഓക്കെ. പിന്നെ മുരുകൻ്റെ, സുബ്രഹ്മണ്യൻ്റെ ശതനാമാവലി, അതുപോലെ തന്നെ സഹസ്രനാമം, ഇതൊക്കെ ചൊല്ലുന്നത് അത്യുത്തമമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപകടങ്ങൾ കരുതിയിരിക്കുക. ഇവർക്ക് ശനി, സർപ്പം, ശിഖി, ബുധൻ ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് കർമ്മഭാവത്തിൽ വന്നിട്ടുണ്ട്. അതൊരു 3-4 ആഴ്ച നിൽക്കും. അത് മാത്രമല്ല, അതിനുശേഷം 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തും ബുധൻ വരും. അപ്പോൾ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ബുധൻ ഇനിയുള്ളൊരു 4-5 ആഴ്ച അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബൗദ്ധിക മേഖലയിലും സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നേട്ടമാണ്. ഓക്കെ. പിന്നെ ശനി അനുകൂലമാണ്. ഒരു വിജയസാധ്യത എല്ലാ കാര്യത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചൊവ്വയും ചന്ദ്രനും ഒരുമിച്ച് പ്രതികൂലമായതുകൊണ്ട് അതിനൊക്കെ ഒരു പൂർണ്ണത കുറവ് പ്രതീക്ഷിക്കാം. പിന്നെ അല്പം ഭാഗ്യപരീക്ഷകളൊക്കെ സാധ്യതയുണ്ട്. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഓക്കെ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. എങ്കിലും ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. 7-ാം ഭാവത്തിൽ ചൊവ്വ. അപ്പോൾ
ജീവിത പങ്കാളിയായിട്ട് പ്രശ്നം ഉണ്ടാവാം, ഓപ്പോസിറ്റ് സെക്സുമായിട്ടും പ്രശ്നം ഉണ്ടാവാം. അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്, അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം. തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല. അതുപോലെ തന്നെ പിതാവിനും സന്താനങ്ങൾക്കും അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളായിരിക്കില്ല ഈ ദിവസങ്ങൾ. അത് ഈ മിഥുനമാസം മുഴുക്കെ കർക്കിടക മാസവും ഒക്കെ ആകുമ്പോഴത്തേക്ക് കാര്യം മാറും. പിന്നെ ഇവർക്ക് ചന്ദ്രനും ശുക്രനും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഓക്കെ, ശുക്രനും വ്യാഴവും ഭാഗ്യസ്ഥാനത്തും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള ഇതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം, എന്നാൽ തന്നെയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലങ്ങളായിരിക്കും കാണുക വൃശ്ചികം രാശിക്ക്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ പാദം. ഇവരെ പറ്റി ഒരു പ്രത്യേക വീഡിയോ ചെയ്തിരുന്നു ഞാൻ. അത് കാണാൻ ശ്രമിക്കുക. കാരണം 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനി, വ്യാഴം, സൂര്യൻ പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും 6 ഗ്രഹങ്ങളുടെ ഒരു അനുകൂലമായ ഭാവം കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ചൊവ്വ ഇപ്പോൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് 6ാം ഭാവത്തിൽ. അത് ഏകദേശം ഒരു 45 ദിവസം നിൽക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. അതുപോലെ തന്നെ പൊതുവെ ഇവർക്ക് ധനുരാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. എങ്കിലും നമ്മൾ ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. സൂര്യൻ, വ്യാഴം, ശനി ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ ഗുണാധിക്യം ഞങ്ങൾ പറയുന്നു. പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ മകരരാശിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് പറയേണ്ടതാണ്. എങ്കിലും ഞങ്ങൾ ഗുണാധിക്യം ഞങ്ങൾ പറയുന്നു. അത്യധികം ഗുണാധിക്യമില്ലെങ്കിലും ഗുണാധിക്യം ഞങ്ങൾ പറയുന്നു. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ ഇവർക്ക് 6ാം ഭാവത്തിൽ സൂര്യൻ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ മിഥുനമാസം മുഴുവൻ ഉണ്ടാവും. അതുപോലെ തന്നെ വിജയസാധ്യത എല്ലാ കാര്യത്തിനും പ്രതീക്ഷിക്കാം. പിതാവിനും മക്കൾക്കും ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും കൂടി നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ദാമ്പത്യപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. 6 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദോഷാധിക്യമാണ്
കുംഭൻ രാശിക്ക് ഞങ്ങൾ പറയുന്നു അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. കഴിവതും ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപകടങ്ങളൊക്കെ കരുതിയിരിക്കുക. ഓക്കെ, യന്ത്രങ്ങൾ കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കരുതിയിരിക്കുക. പൊതുവെ യന്ത്രങ്ങൾ, അഗ്നി, തീ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. വ്യാഴം, ശുക്രൻ, ശിഖി, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. എങ്കിലും ജന്മശനി തുടരുന്നു. അപ്പോൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. നമുക്ക് ഇവിടെ 5ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും കൂടി അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രണയബന്ധം സഫലമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. അതുപോലെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അല്പമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ധനവരവുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന്. പൊതുവെ മീനൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനിയിപ്പോൾ ചൊവ്വ ഏകദേശം 45 ദിവസം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നേട്ടങ്ങൾ അല്പം വർദ്ധിച്ചിരിക്കും. കാര്യം ഈ പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കൂടുതൽ വരികയും ചെയ്യും. പാപഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇരട്ടി ദോഷവും വരും. അപ്പോൾ മീനൻ രാശിക്ക് ഞങ്ങൾ ഇവിടെ ഗുണാധിക്യമാണ് പറയുന്നത്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 22/6/2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 6, 0, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 23/6/2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 2, 6, 0, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 22, 23 തീയതികളിൽ രാവിലെ 4:33 AM മുതൽ രാവിലെ 5:21 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 22, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 22, 23 തീയതികളിൽ രാവിലെ 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:49 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 22, 23 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം കൊടുക്കുക. ഇനി രാഹുകാലം നോക്കാം. 22-ാം തീയതി രാവിലെ 7:43 AM മുതൽ രാവിലെ 9:16 AM വരെയാണ് 22-ാം തീയതി രാഹുകാലം. 23-ാം തീയതി 3:31 PM മുതൽ വൈകിട്ട് 3:33 PM മുതൽ 5:05 PM വരെയാണ് 23-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. ജൂൺ 22-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള. 23-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.